പതിവ് പോലെ ഡ്രൈവിംഗ് ടെസ്റ്റിനായി ചെറുപ്പക്കാർ പത്തനംതിട്ടയിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ രാവിലെ 8 മണിക്ക് തന്നെ എത്തി. ടെസ്റ്റ് നടത്താൻ അനുവദിക്കില്ല എന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെയും പോലീസിനെയും CITU പ്രവർത്തകർ അറിയിച്ചു. ടെസ്റ്റ് തങ്ങൾ നടത്തുമെന്നായി ഉദ്യോഗസ്ഥർ. സ്വന്തമായി വാഹനമുള്ളവർക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാമെന്ന് ഉദ്യോഗസ്ഥർ ചെറുപ്പക്കാരോട് പറഞ്ഞു. ഡ്രൈവിംഗ് സ്കൂളിന്റെ വാഹനം പ്രതീക്ഷിച്ചാണ് തങ്ങൾ എത്തിയതെന്നും സ്വന്തമായി വാഹനമില്ലെന്നും ചെറുപ്പക്കാർ പറഞ്ഞു. എന്താ പറയുന്നത് വെച്ചാൽ സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സ്വന്തം വണ്ടിയില്ലേ, ഡ്രൈവിംഗ് സ്കൂളിൽ വന്നാണ് പഠിച്ചത്. ഇനി ഇവർ മാറാതെ നടക്കത്തില്ല. എന്താണെന്ന് വെച്ചാൽ അറിയത്തില്ല. സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ നടക്കാമെന്ന് സാറ് ഒന്ന് പറഞ്ഞത്. സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ ടെസ്റ്റ് നടത്താമെന്ന് പറഞ്ഞു. സ്വന്തം വണ്ടി ഉണ്ട് പ്രൊട്ടക്ഷൻ തരാമെന്ന് പറഞ്ഞു. സ്വന്തം വണ്ടി ഉണ്ടെങ്കിലേ പ്രൊട്ടക്ഷൻ തരാമെന്ന് പറഞ്ഞു. ഡ്രൈവിംഗ് സ്കൂൾ ഇടപെടത്തില്ല അതിൽ. സ്വന്തം വണ്ടി വേണം. പക്ഷെ നമുക്ക് സ്വന്തം വണ്ടിയില്ല. നമ്മൾ ഫീസ് കൊടുത്ത് അവിടെ ഡ്രൈവിംഗ് സ്കൂളിന് ഫീസ് കൊടുത്തത്. അപ്പം നമ്മളെങ്ങനെ ചെയ്യുന്നെങ്ങനെ പോകും? രണ്ടും ഡ്രൈവിംഗ് ടെസ്റ്റ് കാര്യക്ഷമമായി നടത്തണമെന്ന് തന്നെയാണ് തങ്ങളുടെ അഭിപ്രായമെന്നും പക്ഷേ പുതിയ സർക്കുലർ അംഗീകരിക്കാനാകില്ലെന്നും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറഞ്ഞു. ഞങ്ങൾ ഈ പരിഷ്കാരങ്ങൾക്കൊന്നും എതിരല്ല. ഇതിന് ഭാഗമായിട്ടുള്ള മുഴുവൻ അടിസ്ഥാന സൗകര്യങ്ങളും ഗവൺമെൻറ് നടത്തി തന്നാൽ, മോട്ടോർ വാഹന വകുപ്പ് നടത്തി തന്നാൽ ഞങ്ങൾ അവർ പറയുന്ന ടെസ്റ്റ് നടത്താൻ തയ്യാറാണ്. ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. പുതിയ പരിഷ്കാരങ്ങൾക്കൊന്നും ഞങ്ങൾ എതിരല്ല. റോഡ് ടെസ്റ്റ് നടത്തിക്കോട്ടെ, അത് കഴിഞ്ഞ് നടത്തിക്കോട്ടെ, അതിനൊന്നും ഞങ്ങൾ എതിരല്ല. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാന സൗകര്യം ഗവൺമെൻറ് ചെയ്തു തന്നിട്ട് വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ. അതാണ് ഞങ്ങളുടെ പ്രധാന ആവശ്യം. സർക്കാർ നിശ്ചയിച്ച ഫീസിൽ നിന്നും 1 രൂപ കുറഞ്ഞാൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അംഗീകരിക്കില്ലെന്നും ഡ്രൈവിംഗ് ലൈസൻസ് വിതരണ വിഷയത്തിൽ ഉൾപ്പെടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. ഈ ഓരോ നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ടല്ലോ. ഇപ്പോൾ എത്ര ലൈസൻസ് ബെൻഡിങ് കിടപ്പുണ്ട്, RC ബുക്ക് ബെൻഡിങ് കിടപ്പുണ്ട്. ഓരോരുത്തരുടെ ജീവിത പ്രശ്നമാണ്. ഒരു ലൈസൻസ് കിട്ടിയിട്ട് വേണം അവനൊരു തൊഴിലോട്ട് കയറാൻ. എത്രയോ അത്തപ്പാടികളെ വാഹനം ഓടിച്ചിന്ന് ജീവിക്കുന്നത്. അപ്പോൾ അവർക്ക് ആ ലൈസൻസും കൂടെ കൊടുക്കാൻ പറ്റും. ഒരു കമ്പനിയിൽ നമ്മൾ ജോലിക്ക് കയറണമെങ്കിൽ നിന്റെ ലൈസൻസ് എന്തെന്നാണ് ചോദിക്കുന്നത്. സാറേ അത് സൈറ്റിലുണ്ട്, ഇതാണ് എൻ്റെ ലൈസൻസ് നമ്പർ. അവരത് അംഗീകരിക്കുന്നില്ല. സാധനം ഒറിജിനൽ കൊണ്ടു തന്നാലേ നിനക്ക് ജോലി ഉള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഈ കെട്ടിക്കിടക്കുന്ന ലൈസൻസ് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അവനവൻ്റെ വീടുകളിൽ എത്തിക്കേണ്ട ഒരു സംവിധാനം ചെയ്യുക. ഇപ്പോൾ പറഞ്ഞ ആവശ്യങ്ങളെല്ലാം ഞങ്ങളുടെ ആവശ്യങ്ങളാണ്. ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. ഈ ഒരു മേഖല മറ്റു തൊഴിലൊന്നുമില്ല. അപ്പോൾ ഇത് ചെയ്ത് ജീവിച്ചാൽ ഞങ്ങൾക്ക് പറ്റത്തുള്ളൂ. ഇങ്ങനെയുള്ള പുതിയ നിയമങ്ങൾ കൊണ്ടുവരുമ്പം ജീവിച്ച് മുമ്പോട്ട് പോകാൻ വലിയ പാടായിരിക്കും. മക്കളെ വളർത്തണം. അപ്പോൾ ഇതൊക്കെ മന്ത്രിമാർക്ക് അതൊന്നും അറിയേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെയധികം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു നടപടിയിലേക്ക് മുമ്പോട്ട് പോകാൻ ഞങ്ങൾ എന്തായാലും ഒരിക്കലും തയ്യാറാവത്തില്ല. ടെസ്റ്റ് ഞങ്ങൾ ബഹിഷ്കരിക്കുക തന്നെ ചെയ്യും. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ അനുവദിക്കില്ലെന്നാണ് സമരക്കാരുടെ നിലപാട്. പുതിയ സർക്കുലർ പിൻവലിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്നാണ് സമരക്കാർ വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.